ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ നല്ല അടിപൊളി ഫിഷ് ബിരിയാണി റെസിപ്പിയാണ്. അപ്പോൾ ഇത് ഫ്രൈഡേ സ്പെഷ്യലായിട്ട് ഞാൻ ഉണ്ടാക്കിയതായിരുന്നു. നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു. നെയ്മീൻ കൊണ്ടാണ് ഉണ്ടാക്കിയത്. അപ്പോൾ ആദ്യം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ബിരിയാണിക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു 3 സവാള അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 2 സവാള കനം കുറഞ്ഞ് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റ്, മല്ലിയില, പുതിനയില, ഒരു 2-2.5 തക്കാളി, ഒരു ചെറുനാരങ്ങ നീര്, പിന്നെ കുറച്ച് തൈര്. ഇതൊക്കെയാണ് നമുക്ക് മെയിനായിട്ട് വേണ്ടിയിട്ടുള്ളത്. പിന്നെ ബിരിയാണിക്ക് ആവശ്യമായിട്ടുള്ള മീൻ ഞാൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. നെയ്മീനാണ്. നെയ്മീൻ കൊണ്ടാണ് നമ്മൾ ഫിഷ് ബിരിയാണി ഉണ്ടാക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ഫിഷ് മാഗ്നേറ്റ് ചെയ്ത് പൊരിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, അതുപോലെ തന്നെ ഒരു ചെറുനാരങ്ങ നീര്, കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ട് നല്ല പേസ്റ്റാക്കിയിട്ട് കുഴച്ചെടുക്കണം. അതിലേക്ക് നമ്മൾ കഴുകി വെച്ച ഫിഷ് ഓരോന്നായിട്ട് അതിലേക്കിട്ട് നമ്മൾ നല്ലപോലെ എല്ലായിടത്തും അതിൻ്റെ മസാല എല്ലായിടത്തും ആവുന്ന രീതിയിൽ റെഡിയാക്കിയെടുക്കണം. എന്നിട്ടൊരു 5-10 മിനിറ്റ് 10 മിനിറ്റിൽ കൂടുതൽ ഞാൻ വെച്ചിട്ടില്ല, കാരണം എനിക്ക് സമയമില്ലായിരുന്നു. അപ്പം കൂടുതൽ വെക്കേണ്ടവർക്ക് കൂടുതൽ വെക്കാം, കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അതിന് ശേഷം നമ്മൾ ബിരിയാണിയുടെ മസാല റെഡിയാക്കുന്ന പാത്രം, ഇതേപോലെ ഒരു പോട്ടിലാണ് ഞാൻ റെഡിയാക്കുന്നത്. അതിലേക്ക് കുറച്ച് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ, പിന്നെ 1 ടീസ്പൂൺ നെയ്യ്, എന്നിട്ട് അത് നല്ലപോലെ ചൂടായതിന് ശേഷം നമ്മൾ ഫിഷ് ഓരോന്നും അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇത് നമ്മൾ സാധാ മീൻ പൊരിക്കുന്ന പോലെ നല്ലപോലെ പൊരിക്കണ്ട, ഒരു ഹാഫായിട്ട് കുക്കായാൽ മതി. ഒരു 2 ഭാഗം ജസ്റ്റ് ഒന്ന് പൊരിഞ്ഞ് കിട്ടിയാൽ മതി. നല്ല പോലെ കുക്ക് ചെയ്ത് കിട്ടിയാൽ ഫിഷ് ആകെ ഉടഞ്ഞു പോവും, വേവ് കൂടും നമ്മൾ ബിരിയാണി റെഡിയാക്കുമ്പോഴത്തേന്. അങ്ങനെ ഫിഷെല്ലാം ഞാൻ പൊരിച്ചെടുത്തിട്ടുണ്ട്. ഇത്ര കുക്കാക്കിയിട്ടുള്ളൂ. എന്നിട്ട് ആ എണ്ണയിലേക്ക് കുറച്ചുകൂടി വെളിച്ചെണ്ണ, ഞാനിത് വെളിച്ചെണ്ണ നെയ്യിൽ മാത്രമാണ് ഇത് റെഡിയാക്കുന്നത്. എന്നിട്ട് അതിലേക്ക് നമ്മൾ വലിയ ഉള്ളി അതിലേക്ക് ഇട്ടിട്ട് നല്ല പോലെ വഴറ്റിയെടുക്കുക. എന്നിട്ട് ഞാൻ കുറച്ച് ഉപ്പ് കൂടി ചേർത്തിട്ടുണ്ട്, അത് ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടില്ല, പെട്ടെന്ന് നമുക്ക് റെഡിയായി കിട്ടാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നല്ല രീതിക്ക് നല്ല സോഫ്റ്റ് ആവണം ഉള്ളിയൊക്കെ. അതിന് ശേഷമാണ് ഞാൻ തക്കാളി ഇട്ട് കൊടുക്കുന്നത്. അതേപോലെ തന്നെ തക്കാളി നല്ല പോലെ സോഫ്റ്റ് ആക്കി എടുക്കണം, അപ്പോഴാണ് ഒന്നുകൂടി ടേസ്റ്റ് കൂടാമെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എന്നിട്ട് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് നമ്മൾ ആദ്യം റെഡിയാക്കി വെച്ചത് അതും അതിലേക്ക് ചേർത്തിട്ട് അതിൻ്റെ പച്ചമണം ഒക്കെ പോകുന്നത് പോലെ നല്ല പോലെ വഴറ്റിയെടുക്കാം. അതിനുശേഷം കുറച്ച് മുളക് പൊടി ഞാൻ ചേർത്തിട്ടുള്ളൂ, കാരണം നമ്മൾ മീനിൽ നമ്മൾ ഓൾറെഡി മുളക് പൊടി ചേർത്തിട്ടുണ്ട്. മുളക് പൊടി, മഞ്ഞൾപ്പൊടിയും കുറച്ച് ചേർത്തിട്ടുള്ളൂ. പക്ഷേ കൂടുതൽ ഞാൻ ഗരം മസാലപ്പൊടിയാണ് ഇട്ടിട്ടുള്ളത്. അതൊരു 1-2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ആവശ്യത്തിനായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത്, ആദ്യം ഞാൻ കുറച്ച് ഉപ്പേ ചേർത്തിട്ടുള്ളായിരുന്നു. എന്നിട്ട് ഒരു നാരങ്ങയുടെ ഫുൾ നീരും, പിന്നെ കുറച്ച് കൂടുതൽ തൈര് ചേർത്തിട്ടുണ്ട്, കാരണം ഇവിടുത്തെ തൈര് പുളിയില്ലാത്ത തൈരാണ്, അതുകൊണ്ട് തന്നെ കുറച്ച് കൂടുതൽ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് അത് നല്ല പോലെ മിക്സ് ചെയ്ത് എല്ലാം കൂടെ ചേർത്തിട്ട് നല്ല പോലെ മിക്സ് ചെയ്തിട്ട് പിന്നെ മല്ലിയിലയും പുതിനയിലയും അരിഞ്ഞു വെച്ചതും കൂടി ചേർത്ത്, ഇതൊക്കെ ചേർത്തിട്ടാണ് നമ്മൾ അവസാനമാണ് മീൻ ചേർക്കണം. മീൻ ചേർത്തതിന് ശേഷം നമുക്ക് ഇളക്കാൻ കഴിയില്ല, കാരണം അത് ഉടഞ്ഞു പോകുമല്ലോ. അപ്പോൾ അവസാനം ഇതൊക്കെ മിക്സ് ചെയ്ത് അതിൻ്റെ മണങ്ങളൊക്കെ പോയിട്ട് അതിലേക്ക് നമ്മൾ ഫിഷ് ഓരോന്നിട്ട് കൊടുക്കുകയാണ്. ഫിഷിയുടെ ഒക്കെയാണ് വന്നിട്ടുള്ളത്, ഫിഷ് അതിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഫിഷ് അതിൽ ചേർത്തിട്ട് മസാല അതിൻ്റെ മേലേക്ക് ഞാൻ ഇട്ടിട്ടൊന്ന് കോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒന്നുകൂടെ മീനിലേക്ക് ആ മസാലയൊക്കെ ചേരും. അതിന് ശേഷമാണ് ഞാൻ നെയ്ച്ചോറ് റെഡിയാക്കുന്നത്. അപ്പോൾ അതിന് മുന്നേ ഞാൻ അണ്ടിയും മുന്തിരി ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഉള്ളി വറുത്തെടുത്തിട്ടുണ്ട്. ആ ഉള്ളിയിലേക്ക് കുറച്ച് ഗരം മസാലപ്പൊടിയും പിന്നെ മല്ലിയിലും പുതിനയിലും കൂടി ചേർത്തിട്ടുണ്ട്. പിന്നെ നെയ്ച്ചോറ് റെഡിയാക്കിയത് ഞാൻ കാണിച്ചിട്ടില്ല. സാധാരണ നമ്മളെല്ലാ ചോറിലും റെഡിയാക്കുന്ന പോലെ തന്നെയാണ് നെയ്ച്ചോറ് ഇവിടെ റെഡിയാക്കിയിട്ടുള്ളത്. നെയ്യ് മാത്രം ചേർത്തിട്ടാണ് നെയ്ച്ചോറ് റെഡിയാക്കിയിട്ടുള്ളത്. എന്നിട്ട് ഈ നെയ്ച്ചോറ് ഇപ്പോൾ നല്ല ചൂടുണ്ട്, നമ്മളെ മസാലയും നല്ല ചൂടുണ്ട്. ഇത് രണ്ടും നല്ല ചൂടോട് കൂടിയിട്ടാണ് ഞാൻ ദമ്മിടാൻ വെക്കുന്നത്. ദമ്മിട്ടിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഓരോ ലെയറാക്കിയിട്ട് നമ്മൾ ചോറ് ഇതിലേക്ക് ഈ മസാലയിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഈ ലെയറിൻ്റെ മുകളിൽ ആദ്യം നമ്മളവിടെ റെഡിയാക്കിയിട്ടുള്ള പൊരിച്ചെടുത്ത ഉള്ളിയും പിന്നെ അണ്ടിയും മുന്തിരിയും, അതിലേക്ക് കുറച്ച് ഗരം മസാലപ്പൊടി കൂടി ചേർത്തിട്ടുണ്ട്. അപ്പം അതെല്ലാം കൂടെ ഒരു ലെയറിൻ്റെ മുകളിൽ നമ്മൾ ഇട്ട് വിതറി കൊടുക്കാം. അതിന് ശേഷം സെക്കൻഡ് ലെയറും ഇതേപോലെ തന്നെ ചെയ്തെടുക്കാം. അപ്പോൾ ഈ ചോറും നല്ല ചൂടുണ്ട്, അതേപോലെ തന്നെ നമ്മൾ മസാലയും ചൂടുണ്ട്. ഇത് രണ്ടും നല്ല ചൂടോട് കൂടി ചെയ്യണം. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു ടെക്നിക്കാണ്. അപ്പോഴാണ് അതിൻ്റെ ആ മസാലയുടെ ഓരോ ഫ്ലേവറും നമ്മുടെ ചോറിലേക്കും കിട്ടുള്ളൂ. എന്നിട്ട് ഇത് നമ്മൾ നല്ല പോലെ ദം ചെയ്ത് വെക്കണം.
ദം ചെയ്ത് ഒരു 10-15 അരമണിക്കൂർ കൂടുതലൊന്നും എടുത്തിട്ടില്ല, അത്ര സമയം ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ ഇത് കണ്ടില്ലേ, ദമ്മ് പൊട്ടിച്ചപ്പം അടിയത്തെ മസാലയുടെ ഫ്ലേവറൊക്കെ മുകളിലേക്ക് പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോഴാണ് നമ്മളെ ചോറിൽ നമ്മളെ ഫിഷിൻ്റെ ഫ്ലേവേഴ്സൊക്കെ കിട്ടുക. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് കുറച്ചുകൂടെ നെയ്യ് ഒഴിക്കുക. എന്നിട്ട് നമ്മൾ ഈ സാദാ ചിക്കൻ ബിരിയാണിയൊക്കെ ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ ഈ ചോറ് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് വേറൊരു പാത്രത്തിലേക്ക്, ഞാൻ നെയ്ച്ചോറ് റെഡിയാക്കിയിട്ടുള്ള പാത്രത്തിലേക്ക് തന്നെയാണ് റെഡിയാക്കുന്നത്. അപ്പോൾ ഈ മസാല എല്ലാം കൂടി നമുക്ക് ചോറിലൊന്ന് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോഴാണ് നമുക്കതിൻ്റെ ടേസ്റ്റ് കിട്ടുക. സാധാരണ ചിക്കൻ ബിരിയാണിയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ തന്നെയാണല്ലോ ചെയ്യാറുള്ളത്. അപ്പോൾ ഇതാണ് ചോറൊക്കെ വേറെ പാത്രത്തിലേക്ക് ഇട്ടിട്ട് മസാലയെ കൂട്ടിയിട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളെ ബിരിയാണി. നല്ല സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റും. ഫിഷ് ഒന്ന് പൊരിച്ചെടുക്കണം എന്നേ ഉള്ളൂ. അത്രയേ ഉള്ളൂ. ഞങ്ങൾ ഇക്കാൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും ഉണ്ടായിരുന്നു. അവരുടെ കൂടെയൊക്കെ നല്ല അടിപൊളിയായിട്ട് ഭക്ഷണമൊക്കെ കഴിച്ചു. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.